ഹായ് ഓൾ, ഇന്ന് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള ഇന്ന് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് അനലൈസ് ദ ബീം യൂസിങ് ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ബീം അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് യൂസിങ് ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡ്. സോ ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനാണ്. സോ ഓരോ സപ്പോർട്ടും നോക്കാം. ഇവിടെ എയിൽ ഫിക്സ്ഡ് സപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. സോ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ ബിയിലും സിയിലും ഒരു സപ്പോർട്ട് തന്നിട്ടുണ്ട്. ബിയിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 1ഉം ഇവിടെ ഒന്നായിരിക്കും 1ഉം. ആ 1 ആക്ട് ചെയ്യുന്നത് മൊമെൻ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2 ആണ്. ബിയിലും സിയിലും മൊമെൻ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ കോർഡിനേറ്റ് കാണണം. സോ സ്ട്രക്ചറൽ കോർഡിനേറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ബീമിൽ വരുന്ന പോസിബിളായിട്ട് വരുന്ന എല്ലാ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ മാർക്ക് ചെയ്യാം. സോ നമ്മൾ എ പറഞ്ഞ പോയിന്റ് നോക്കുക. ആ എ പറഞ്ഞ പോയിന്റിൽ ഒരു വേർട്ടിക്കലും അതേപോലെ ഒരു മൊമെൻറ്റും വരാൻ ചാൻസ് ഉണ്ട്. ബിയിലും അതേപോലെ വേർട്ടിക്കലും ഒരു മൊമെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ സിയിലും ഒരു വേർട്ടിക്കലും മൊമെൻറ്റും വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, അതിന് R1, R2, R3, R4, R5, R6 ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി സ്ട്രക്ചറൽ കോർഡിനേറ്റ് മാർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ സ്ട്രക്ചറൽ കോർഡിനേറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രക്ചറൽ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണോ നിങ്ങൾക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടിയത് അത് തന്നെയായിരിക്കും സ്ട്രക്ചറൽ കോർഡിനേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് എന്താ കിട്ടിയത്, 2 ആണ്. ആ 2 എന്ന് പറയുന്നത് ബിയിലും സിയിലും മൊമെൻ്റ് ആണ്. സോ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു ഫിഗർ നോക്കുക. ബിയിൽ ഇത് ബി, ഇത് സി. ബിയിലും സിയിലും മൊമെൻറ്റ് നമ്മൾ എന്താണ് നൊട്ടേഷൻ കൊടുത്തത്, R4ഉം അതേപോലെ R6ഉം. സോ ബിയിലും സിയിലും ഡിഗ്രി ഓഫ് ഫ്രീഡം ബിയിലും സിയിലുമാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത്. സോ അവിടുത്തെ മൊമെൻ്റാണ് അവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം. സോ നമ്മൾ സ്ട്രക്ചർ ഈ ഫിഗർ നോക്കുക. അതിൽ R4ഉം R6ഉം ആണ് ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് വരിക. സോ ആ R4ഉം R6ഉം നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ബാക്കി എല്ലാ ടേംസും എന്തായിരിക്കും, 0 ആയിരിക്കും. ഒന്നും കൂടെ പറഞ്ഞുതരാം. ബിയിലും സിയിലുമാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത്. അത് മൊമെൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടിയത് അത് തന്നെയായിരിക്കും സ്ട്രക്ചറൽ കോർഡിനേറ്റ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. സോ ബിയിലും സിയിലും മൊമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ നോക്കുക. നമ്മൾ എന്താണോ നൊട്ടേഷൻ കൊടുത്തത്, R4ഉം R6 ആണ് കൊടുത്തത്. സോ R4ഉം R6ഉം ആയിരിക്കും എന്ത് വരാം, അവിടുത്തെ സ്ട്രക്ചറൽ കോർഡിനേറ്റ് വരാം. ഇനി അടുത്ത എലമെൻ്റൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് കണ്ടുപിടിക്കണം. എലമെൻ്റൽ സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. K = ഈ ഒരു വലിയൊരു ഇക്വേഷൻ അല്ലേ. എന്നിട്ട് ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോ എലമെൻറ്റും കണ്ടുപിടിക്കണം. 2 എലമെൻറ്റാണ് നമുക്കുള്ളത്. KABൻ്റെയും കണ്ടുപിടിക്കുക, അതേപോലെ KBCൻ്റെയും കണ്ടുപിടിക്കുക. സോ KABൻ്റെ ലെങ്ത്ത് എത്ര, 4ഉം BCൻ്റെ ലെങ്ത്ത് 3ഉം. ഇവിടെ EI ഒന്നും സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് മൊത്തം EI സെയിം ആണെന്ന് നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യാം. സോ KAB എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നുണ്ടാവുക, KAB എന്ന് പറയുന്നത് 12EI / L³ ആണല്ലേ. L³ ആകുമ്പോൾ 4³ എന്ന് കൊടുക്കുക. എല്ലിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, 4 പ്രൊവൈഡ് ചെയ്യുക. സോ നമുക്ക് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് KAB ഇങ്ങനെയാണ് കിട്ടുക. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നോക്കാം. ഫസ്റ്റ് AB പറഞ്ഞ ഈ ബീം എടുക്കുക. ABയിൽ എന്തൊക്കെ വരുന്നത്, R1 വരുന്നുണ്ട്, R2, R3, R4 അല്ലേ. അപ്പോൾ R1, R2, R3, R4 നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ബീമിൽ മാർക്ക് ചെയ്യാം. R1, R2, R3, R4 അതേപോലെ R1, R2, R3, R4 ഇതുപോലെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇനി അടുത്തത് KBC അതേപോലെ തന്നെ കണ്ടുപിടിക്കുക. KBC ആകുമ്പോൾ ചേഞ്ച് എന്ന് പറയുന്നത് L എന്ന് പറയുന്നത് 3 ആണ്. ബാക്കി ഒരു ചേഞ്ചും ഇല്ല. അപ്പോൾ L ഉള്ളിടത്തൊക്കെ Lൻ്റെ അവിടെയൊക്കെ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അത് മുന്നേ മാർക്ക് ചെയ്ത പോലെ നമ്മൾ ഈ ഒരു ബീം എടുക്കുക. BC ആകുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്, R3, R4, R5, R6 ഇതെന്ത് ചെയ്യാം, ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. R3, R4, R5, R6 അതേപോലെ R3, R4, R5, R6 ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് വയ്ക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അവിടുത്തെ മൊത്തം സ്ട്രക്ചറിൻ്റെ K എഴുതണം അല്ലേ. സോ അത് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സ്ട്രക്ചറൽ കോർഡിനേറ്റ് എന്തൊക്കെ കിട്ടിയത്, R4ഉം R6ഉം. സോ അങ്ങനെ എഴുതിയേക്കുക, R4, R6, R4, R6 അത് മാത്രമായിരിക്കും നമുക്ക് ആവശ്യമുള്ളത്. ബാക്കി എല്ലാ എലമെൻറ്റും നമുക്ക് ആവശ്യമില്ല. സോ R4നും R6നും കറസ്പോണ്ടിങ് വരുന്ന എലമെൻറ്റ് നമ്മൾ വരച്ചിട്ടുള്ള എലമെൻറ്റ് സ്റ്റിഫ്നെസ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക. സോ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് R4,
R4 പറഞ്ഞ പൊസിഷനിൽ ഏതൊക്കെ നമ്പേഴ്സാണ് വരുന്നത് നമുക്ക് നോക്കാം. R4. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ KAB എടുക്കുക. KABയിൽ R4 എന്ന് പറയുമ്പോൾ അതെന്താ, ഇത് R4 ആണ്. അതേപോലെ ഇത് R4 ആണ് അല്ലേ. R4 പറഞ്ഞ പൊസിഷനിൽ ഇതല്ലേ വരുന്നത്, ഈ ഒരു എലമെൻ്റ് അല്ലേ വരുന്നത്, 4EI/4 എന്നല്ലേ വരുന്നത്. സോ നോക്കുക. അതേപോലെ ഈ KBCയിലും ഉണ്ടോ നോക്കുക R4 അല്ലേ. KBCയിലും R4 ഉണ്ട് അല്ലേ. R4 എന്ന് പറയുമ്പോൾ ഇതല്ലേ വരിക, 6ൽ ഇവിടുത്തെ 4ഉം ഇവിടെയും 4. സോ 2 എലമെൻറ്റ് വന്നു. ആ 2 എലമെൻറ്റും നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു പൊസിഷനിൽ എഴുതേണ്ടത്. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, 4EI/4 + 4EI/3. 2 എലമെൻറ്റും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2.33. EI എല്ലാത്തിലും കോമൺ ആയിട്ട് പുറത്തോട്ട് വെച്ചു. ഇനി അടുത്ത എലമെൻറ്റ് എന്താ, R6. സോ R6 നമ്മൾ നോക്കുക. ഫസ്റ്റ് KABയിൽ നോക്കുക. KABയിൽ R6 ഇല്ലല്ലോ. അപ്പോൾ അടുത്ത് നോക്കുക, ഇതിൽ നോക്കുക R6 അപ്പോൾ ഇതായിരിക്കും വരിക 2EI/3. സോ 2EI/3 നമ്മൾ മാർക്ക് ചെയ്യുക. 2/3 എന്ന് പറയുമ്പോൾ 0.66 ആണ്. അപ്പം ഇൻറ്റു EI. അടുത്ത് നോക്കുക R4 വരുമ്പോൾ KABയിൽ വരുമോ, ഇല്ല. KBCയിൽ എന്താ വരിക, R4 എന്ന് പറയുമ്പം എന്തായിരിക്കും വരിക, R4 എന്ന് പറയുന്നത് 2/3 EI ആണ് വരിക. അടുത്ത ടേം എന്താ, R6 എന്ന് പറയുമ്പോൾ 4EI/3. അപ്പോൾ ഇങ്ങനെയാണ് വരിക. സോ കിട്ടിയിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വാല്യൂസൊക്കെ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടും. ഇനി അടുത്ത എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞാൽ ഗാമ കാണാം. ഗാമ = K ഇൻവേഴ്സ് P. നിങ്ങൾക്ക് എന്താണോ K കിട്ടിയത് അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുക ഇൻറ്റു P കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ABൻ്റെയും BCൻ്റെയും ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. സോ AB ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ഭാഗം ഫിക്സ്ഡ് ആക്കി വെക്കുക. സോ ABയിൽ UDL ആണ് വരുന്നത്. UDL ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് -WL²/12. FBA എന്ന് പറയുന്നത് WL²/12. അതേപോലെ എന്ത് ചെയ്യുക, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റിയാക്ഷൻസും കണ്ടുപിടിക്കുക. UDL ആവുന്ന കേസിൽ അവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് WL/2. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി അടുത്തത് BC ആകുമ്പോൾ സെൻട്രലാണ് ലോഡ് വരുന്നത്. സെൻട്രലിൽ ലോഡ് വരുന്ന സമയത്ത് അവിടുത്തെ MFBC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ -WL/8. അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. W എന്ന് പറയുന്നത് അവിടുത്തെ ലോഡാണ്. ഇവിടുത്തെ ലോഡ് എന്ന് പറഞ്ഞാൽ 15 × 3/8. അതേപോലെ MFCBയും കണ്ടുപിടിക്കുക. അവിടുത്തെ റിയാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ W/2. അപ്പോൾ എല്ലാ വാല്യൂസും എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അത് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കിട്ടുക. സോ നമ്മൾ എന്ത് ചെയ്യുക, കിട്ടിയിട്ടുള്ള വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ മാർക്ക് ചെയ്യാം. നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്, -80 ഇവിടെ -80 + 80 -5.625 + 5.625 ഇവിടെ 120 7.5. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ലോഡ് മെട്രിക്സ് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റിൽ കിട്ടിയ ആ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വലൻറ്റ് ജോയിൻ ലോഡ് ആക്കണം. അതിന് വേണ്ടിയിട്ട് എന്താണോ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റിൽ കിട്ടിയത് അതിൻ്റെ വാല്യൂ, അതിൻ്റെ ഡയറക്ഷൻ മാറ്റി കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഇക്വലൻറ്റ് ജോയിൻ ലോഡ് കിട്ടും. നിങ്ങൾക്ക് എന്താണോ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കിട്ടിയത് ആ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റിൻ്റെ എല്ലാത്തിൻ്റെയും ഡയറക്ഷൻ മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് -80 അല്ലേ കിട്ടിയത്, അതെന്ത് ചെയ്യുക, +80 ആക്കാം. ഇതിൻ്റെ ഇങ്ങനെയുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാത്തിൻ്റെയും ഡയറക്ഷൻ മാറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടുത്തെ ലോഡ് മെട്രിക്സ് മീൻസ് ഇക്വലൻറ്റ് ജോയിൻ ലോഡ് ആക്കും. അതേപോലെ റിയാക്ഷൻ്റെ ഡയറക്ഷൻസും മാറ്റി കൊടുക്കുക, മൊത്തം ഡയറക്ഷൻസും മാറ്റി കൊടുക്കുക. ഇതിൽ നിന്ന് വേണം നമ്മൾ ലോഡ് മെട്രിക്സ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് നമ്മൾ ലോഡ് മെട്രിക്സ് എഴുതുന്ന സമയത്ത് എന്താണോ നിങ്ങൾക്ക് സ്ട്രക്ചറൽ കോർഡിനേറ്റ് കിട്ടിയത് അത് തന്നെയായിരിക്കും ലോഡ് മെട്രിക്സ് ആയി വരിക. സോ നമുക്ക് സ്ട്രക്ചറൽ കോർഡിനേറ്റ് എന്തൊക്കെ കിട്ടിയത്, R4ഉം R6ഉം. സോ ആ R4 എന്ന് പറയുന്നത് എന്താ, B പറഞ്ഞ ജോയിൻറ്റിൽ വരുന്ന മൊമെൻ്റ് ആണ്. സോ ഇവിടെ B പറഞ്ഞ ജോയിൻറ്റിൽ വരുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് 2 മൊമെൻ്റ് ഉണ്ടല്ലേ. എന്തൊക്കെയാണ്,
ഒരു +5.625 ഒരു -18 സോ അതിന് -80 + 5.625 ചെയ്യാം. സോ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? -74.375 എന്ന് കിട്ടും. ഇനി R6 എന്ന് പറയുന്നത് സി പറഞ്ഞ അവിടുത്തെ മൊമെൻ്റ് ആണ്. ഇപ്പോൾ സി ഇതിൽ വരുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആൻറ്റി ക്ലോക്ക് വൈസിൽ വരുന്ന 5.625, സോ -5.625. സോ അതാണ് ഇവിടെ R4ഉം R6ഉം നമുക്ക് കിട്ടി. ഇനി ഗാമ കണ്ടുപിടിക്കുക. ഗാമ = K ഇൻവേഴ്സ് P. K ഇൻവേഴ്സ് × P നമുക്കിപ്പോൾ കിട്ടി. രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/EI -37.78 13.64. അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് N മൊമെൻറ്റ്സ് കാണണം. N മൊമെൻറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ KN × Γn + FEM. സോ നമ്മൾ N മൊമെൻറ്റ്സ് സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ABൻ്റെയും കണ്ടുപിടിക്കണം, BCൻ്റെയും കണ്ടുപിടിക്കണം. AB പറയുമ്പോൾ KAB നമ്മളവിടെ കൊടുക്കേണ്ട KAB. നമ്മൾ KABൻ്റെ മാത്രം എലമെൻറ്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിച്ചില്ലേ, അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. KAB × Γn നമുക്ക് ഇവിടെ Γn എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. KAB എടുക്കുന്ന സമയത്ത് അവിടെ ഗാമ എന്ന് പറയുന്നത് അവിടെ എന്തൊക്കെ വരും? R1 വരും, R2 വരും, R3 വരും, R4 വരും അല്ലേ? ഇനി R1നും R2ക്കും R3ക്കും നമുക്ക് വാല്യൂ ഇല്ല, അത് 0 ആണ്. R4 നമുക്ക് എന്താണ് ഗാമ കിട്ടിയിട്ടുള്ളത്? R4 എന്ന് പറയുന്നത് എന്താ കിട്ടിയിട്ടുള്ളത്? ഗാമൻ്റെ നോക്കുക, -35.78. അപ്പോൾ അത് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇവിടെ നോക്കുക, -35.78 അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലേ. പിന്നെ നമ്മൾ പ്ലസ് ഫിക്സ്ഡ് എൻ മൊമെൻറ്റ്. ഫിക്സ്ഡ് മൊമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഈ ഫിക്സ്ഡ് എൻ മൊമെൻറ്റിൻ്റെ ഡയഗ്രാം എടുക്കുക. ഇവിടെ എഴുതുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ലോഡ് ചെയ്താൽ അത് കഴിഞ്ഞിട്ട് മൊമെൻറ്റ് ചെയ്താൽ പിന്നെ ലോഡ് ചെയ്താൽ മൊമെൻറ്റ് ചെയ്താൽ 120 പിന്നെ -80 120 + 80 അങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇവിടെ കണ്ടോ, 120 -80 120 80 അങ്ങനെ എഴുതി വയ്ക്കുക. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫിക്സ്ഡ് KABൻ്റെ വാല്യൂ കിട്ടും. KABൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ KABൻ്റെ അല്ല, N മൊമെൻറ്റിൻ്റെ വാല്യൂ കിട്ടും. 133.41 -97.89 106 44.22. അത് കഴിഞ്ഞിട്ട് BCൻ്റെ കണ്ടുപിടിക്കുക. സെയിം പോലെ തന്നെ നമ്മൾ അത് KBC × 1/EI. ഇവിടെ എന്തായിരിക്കും വരിക? BCൻ്റെ കേസിൽ R3 R4 R5 R6 ആണല്ലേ. അതിൽ R3ക്കും R5ക്കും നമുക്ക് വാല്യൂ ഇല്ല. R4ഉം R6ഉം നിങ്ങൾക്ക് ഗാമ എന്താണോ കിട്ടിയത് ആ ഗാമൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലസ് FEM എടുക്കുമ്പോൾ ഫിക്സ്ഡ് BC പറഞ്ഞ സ്പാനിൻ്റെ ആദ്യം ലോഡ് എടുക്കുക, പിന്നെ ലോഡ് മൊമെൻറ്റ് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. 22.26 -44.235 -7.20. ഇപ്പോൾ ഇത്രയും വാല്യൂസാണ് കിട്ടുക. ഓക്കെ, ഡൗട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.